ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു നല്ലൊരു ബാത്റൂമും അതിനോട് അറ്റാച്ച് ചെയ്ത ഡ്രസ്സിങ് ഏരിയയും അതിൻ്റെ അറ്റാച്ച് ചെയ്ത് വരുന്ന മിററും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണെന്നാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ റൂമിനോട് അറ്റാച്ച് ചെയ്യുന്ന ബാത്റൂമാണ് വരുന്നത്. ആദ്യമേ തന്നെ വാഷ് ബേസിൻ, പിന്നെ ക്ലോസറ്റ്, പിന്നെ ഇപ്പോൾ കുളിക്കുന്ന ഏരിയ. അപ്പോൾ നമ്മൾ ആദ്യമേ ബാത്റൂമിലേക്ക് വരുന്നതിന് മുന്നേ ചെറിയൊരു ഏരിയ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നല്ലൊരു ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ മിറർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെപ്പറേറ്റ് കോളംസ് ഉള്ള ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിറർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന അതിൽ തന്നെ സെപ്പറേറ്റ് ഒരു ഡ്രോ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട, അത്യാവശ്യം നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ തട്ടുകൾ വരുന്നുണ്ട്. അത്യാവശ്യം പിന്നെ മേക്കപ്പ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അകത്തേക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏരിയയിലാണ് നമ്മൾ മിറർ വരുന്നത്. അപ്പോൾ ഈ മിറർ ഇതിൻ്റെ ഈ പറയുന്ന ഡോറിലാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ലാമ്പിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഒരു 3 വാട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 2 വാട്ട് അല്ലെങ്കിൽ 3 വാട്ടിൻ്റെ ഒരു ലൈറ്റ് കൂടി കിട്ടാവുന്നില്ല. വാം ലൈറ്റ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി പവർ കൂടി ലൈറ്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് നല്ല മുഖമൊക്കെ കാണാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെയായിട്ട് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി കബോർഡും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഡോറിനോട് സൈഡിലായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം തൊട്ടപ്പുറത്തേക്ക് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നു. അതെല്ലാം കൊടുത്തിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭിത്തിയുടെ അകത്ത് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ സ്ഥലത്തേക്ക് നമ്മൾ കുളിക്കുന്ന ഏരിയ മാറ്റി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ ലെയറിൽ തന്നെയാണ് ബാത്റൂമുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ, ക്ലോസറ്റ്, കുളിക്കുന്ന ഏരിയ, ഇതെല്ലാം കൂടി ഒന്നിച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഷ് ബേസിൻ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും, അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ മിറർ ലാമ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിറർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഡ്രോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെറിയ ഡ്രോ കൊടുത്തിരിക്കുന്നു. ആ ഡ്രോയുടെ മുകളിൽ സൈഡിലായിട്ട് നമ്മളൊരു സെൻട്രലായിട്ട് ഒരു മിറർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലോ ഡ്രോ ഈ പറയുന്ന ഏരിയയിൽ ഡ്രോ ഒരുപാട് പുറത്തേക്ക് തള്ളി വരരുത്. കാരണം നമ്മൾ വാഷ് ബേസിനിൽ മുഖം കഴുകിയിട്ട് തല പൊക്കുന്ന സമയത്ത് തല നമ്മുടെ ബാക്കിൽ ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ വരുന്ന ഡ്രോ എന്ന് ഉദ്ദേശിച്ച് കൂടി വന്നൊരു 3 ഇഞ്ചോ അതിൽ കൂടുതൽ പ്രൊജക്ഷൻ ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും, കാരണം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്. കാരണം വാഷ് ബേസിൽ നമ്മൾ മുഖം കഴുകി തല ഉയർത്തുന്ന സമയത്ത് തല ചിലപ്പോൾ ഈ പറയുന്ന ഫ്രണ്ടിൽ ഡ്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രോയിൽ ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ കൊടുത്ത ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. പിന്നെ നമ്മൾ ഡൈവേർട്ടർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം റൈറ്റ് സൈഡ് നമുക്ക് പച്ചവെള്ളം കിട്ടുന്ന രീതിയിൽ, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ റെയിൻ ഷവർ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മളൊരു ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ ഓപ്ഷൻ അതിൻ്റെ മുകളിലായിട്ടൊരു പവർ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിന് വേണ്ടിയിട്ട് പവർ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏരിയകളിൽ. ഇത് പിന്നെ ഒരു ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, കൺസീൽഡ് ഫ്ലഷ് നമ്മളൊരു പ്രൊജക്ഷൻ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നല്ലൊരു ബാത്റൂമും അതിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ജസ്റ്റ് ഒരു ഡ്രസ്സിങ് ഏരിയ എങ്ങനെ ചെയ്യാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.